കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ സർക്കാരിനും സംസ്ഥാന പോലീസിനും അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കേസിൽ പോലീസ് നടപടികൾ പൂർണ്ണമായി പരാജയപ്പെട്ടു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അധ്യാപകനായ റാമും തമ്മിൽ ഗൂഢാലോചന നടന്നുവെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. സ്വാധീനമുള്ളവർക്കായി പോലീസ് വഴിവിട്ട് സഹായം ചെയ്തുവെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിമർശിക്കുന്നു. കേസിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നും കോടതിയിൽ നിതിൻ രാജിന്റെ കുടുംബം ആരോപിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ ബാബു, വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിനെതിരെ വലിയ വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നു. കാരണം ഈ പ്രതിയായിട്ടിരിക്കുന്ന റാമുമായി പോലീസിന് വല്ലാത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇത്രയും നാൾ അയാളെ പിടികൂടാതെ അയാളെ ഇത്തരത്തിൽ ഈ കേസിൽ പിടികൂടാതെ അയാൾ ഇത്രയും നാൾ നടന്നത് പോലീസിന്റെ സഹായത്തോടെയാണ് തുടങ്ങിയ വലിയ വിമർശനങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു. വിനോദ്, കഴിഞ്ഞ ദിവസം MK റാമിന്റെ അറസ്റ്റ് നിയമ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി കീഴ്ക്കോടതി വിട്ടയച്ചൊരു സാഹചര്യമുണ്ട്. ഇതിലാണ് ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ അതോടൊപ്പം തന്നെ പോലീസിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. DYSP ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തത്. DYSP വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച DYSPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, കഴിവില്ലാത്തയാളാണ് DYSP. അതുകൂടാതെ തന്നെ പോലീസും MK റാമും തമ്മിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നു. പോലീസ് MK റാമിൽ നിന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. ആ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നാള് റാമിന് ഒളിവിൽ കഴിയേണ്ടി വന്നത്. അതിനുശേഷം കീഴടങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യവും സന്ദർഭവും പോലീസ് തന്നെ ഒരുക്കുന്നു. അതിനുശേഷമാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ഉണ്ടാകുന്നു. അതൊരു പഴുതായിട്ടാണ് റാമിന് ഇട്ടുകൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ പുറത്ത് ഇറങ്ങുകയും ചെയ്തു. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായ വിമർശനം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താത്ത പക്ഷം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടി വരും എന്നുള്ള കടുത്ത മുന്നറിയിപ്പ് കൂടി ഹൈക്കോടതി ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പണത്തിന് മീതെ പരുന്തും പറക്കില്ല. കേരളത്തിലെ, അതായത് സംസ്ഥാനത്തെ ഭരണകൂടം സമ്പൂർണ്ണ പരാജയമാണ്. പോലീസ് സംവിധാനങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, സർക്കാരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതി വിമർശന രൂപേണ പരാമർശം നടത്തിയിട്ടുള്ളത്. നിതിൻ രാജിന്റെ കുടുംബം അറിയിച്ചത് സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, മാത്രമല്ല അറസ്റ്റ് നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയത് ഗുരുതരമായിട്ടുള്ള അശ്രദ്ധയാണ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചുവെന്നും നിതിൻ രാജിന്റെ കുടുംബം ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. അതിന് തൊട്ടു പിന്നാലെയാണ് സർക്കാരിനെയും ഭരണ സംവിധാനത്തെയും പോലീസിനെയും അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വിമർശനത്തിലേക്ക് ഹൈക്കോടതി കടന്നത്. ഇപ്പോൾ രേഖകൾ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഹൈക്കോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, അതായത് ബന്ധപ്പെട്ട കോടതി രേഖകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കണം. അതായത് അറസ്റ്റ് നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പോലീസ് പരിശോധിച്ചോ, അറസ്റ്റ് നടപടിക്രമങ്ങൾ പോലീസ് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടോ, ഇതുൾപ്പെടെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രേഖകൾ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ രേഖകൾ ഹൈക്കോടതി പരിശോധിക്കും. ഒപ്പം തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഈ രേഖകൾ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ളൊരു പരിശോധനയായിരിക്കും ഹൈക്കോടതി നടത്തുക. അതുകൂടാതെ തന്നെ ഈ DYSPയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായോ എന്ന് ഉന്നത പോലീസ് സംഘം കൃത്യമായിട്ട് അന്വേഷിക്കണം. അത് ഹൈക്കോടതി അറിയിക്കുകയും വേണം. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണം എന്നുള്ളൊരു നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഈ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് മറ്റ് ചില പരാമർശങ്ങളും നിരീക്ഷണങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് പാവപ്പെട്ടവരെ ഉപദ്രവിക്കുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സമീപനവും നടപടികളുമാണ് പോലീസ് എടുത്തിട്ടുള്ളത്. പക്ഷേ സ്വാധീനമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് വഴിവിട്ട സഹായവും ചെയ്യാൻ സംസ്ഥാന പോലീസ് സംവിധാനം തയ്യാറാകുന്നു എന്നുള്ള അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ്. റാമും പോലീസും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ കൃത്യമായിട്ട് ഫോൺ കോൾ വിവരങ്ങൾ അടക്കം ശേഖരിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതായത് ഈ DYSP ഉൾപ്പെടെയുള്ള പോലീസ് സംഘങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെ ഫോൺ കോളുകൾ, റാമിന്റെ ബന്ധുക്കളുടെ ഫോൺ കോളുകൾ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. കൃത്യമായിട്ട് റാമിൽ നിന്ന് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ സർക്കാരിനും സംസ്ഥാന പോലീസിനും അതിരൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്നും
ഉണ്ടാവുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും റാമും തമ്മിൽ ഗൂഢാലോചന നടന്നുവെന്ന് വരെ ഹൈക്കോടതി അഭിപ്രായപ്പെടുന്നു. സ്വാധീനമുള്ളവർക്കായി പോലീസ് വഴിവിട്ട് സഹായം ചെയ്തെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അഭിപ്രായം പറയുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.